അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. പറയേ. അത് നീല. എന്റെ നീലാംബര, എനിക്ക് നീല ഇഷ്ടം. നീലാകാശം, നീലക്കടൽ, നീല നിറമുള്ള കണ്ണൻ, പിന്നെ നീല നിറമുള്ള വസ്ത്രങ്ങളും. ചന്ദ്ര, എന്താ പറയാൻ വന്നെന്ന് വെച്ചാ അത് പറ. അല്ല, എനിക്കുള്ള മന്ത്രകോടി നീല വേണോ, പച്ച വേണോ, അതോ ചുവപ്പ് വേണോ? ചുമന്ന പച്ച. ചന്ദ്രക്ക് ഇഷ്ടമുള്ള കളറ് ചന്ദ്ര തിരഞ്ഞെടുക്ക്. എന്നുവെച്ച് ഞാൻ തിരഞ്ഞെടുക്കുന്ന കളറ് സിദ്ധുവേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഞാൻ കതിർമണ്ഡപത്തില് സിദ്ധുവേട്ടനൊപ്പല്ലേ നിൽക്കണ്ടേ? കതിർമണ്ഡപം കുന്തം. ഒന്ന് പോ ചന്ദ്രേ, മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്താതെ. ഞാൻ പുടവ് കൊടുക്കുന്ന ആളിനോട് ഞാൻ ചോദിച്ചോളാം മന്ത്രകോടിയുടെ നിറം. ആ ആളാ സിദ്ധുവേട്ടന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചന്ദ്രേ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്കെങ്ങനെ സിദ്ധുവേട്ടനെ വിട്ടുകളയാൻ പറ്റൂ സിദ്ധുവേട്ട? ഒഴിയാബാധ പോലെ ചന്ദ്ര കൂടെ തന്നെ കാണും. ഒന്നുകിലും മന്ത്രകോടി, അല്ലെങ്കിൽ മരണകോടി. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടനിറം ചോദിച്ചു പറഞ്ഞാൽ മതി രണ്ടാമത്തെ കോടിക്ക് വേണ്ടി. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണെന്നൊക്കെ മഹാന്മാരായ എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചന്ദ്രൻ നൈസായിട്ട് അതൊന്ന് തിരുത്തി സിദ്ധുവേട്ട. തിരിച്ചു കിട്ടാത്ത സ്നേഹം ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം പകയ. ദേവികേ, ചാവടി, ചാവ്. നീ ചാവ്. എന്റേത് മാത്രം തരില്ലേ? ചാവടി, ജീവിക്കണ്ട, ചത്തുപോ. അപ്പോ പണി കൊടുക്കണമെന്നാണ് നീ പറയുന്നത്? കൊടുക്കണം. നിരഞ്ജൻ സാറിനെയും ദേവിക മേഡത്തൊക്കെ ഉന്നമിട്ടിരിക്കുന്ന ചെമ്പരുന്ത നടേശൻ കുനിച്ചു നിർത്തി കൂമ്പിടിച്ച് കുർബാന ചൊല്ലിക്കണം. ആ നടേശൻ പഴയ DOSP. എന്റെ പൊന്ന് പരുന്തേ പാപ്പച്ച, ഈ പോലീസുകാർക്കും നമുക്കുമൊക്കെ ഈ ഇറച്ചിക്കിടനകത്തുള്ളതേ ഒരേ ടൂൾസ് തന്നെയാ. ഒരു ഹൃദയം, ഒരു കരള്, 2 ശ്വാസകോശങ്ങൾ, തലച്ചോറുള്ളവന് അതും. പിച്ചാത്ത് കയറിയ മുറിയാത്ത ശരീരം ഉണ്ടോടെ പരുന്തേ? അതില്ല. പരുന്തിനെ റാഞ്ചാൻ പറ്റാത്ത ഇരകളുമില്ല. പക്ഷേ ചോര പൊടിയാതുള്ള ഇടി മതി. നമുക്ക് പോലീസ് സ്റ്റൈലിൽ തന്നെ പൂശാളിയാ. എങ്ങനെ? 2 കരിക്ക് വാങ്ങിക്കുന്നു, തോർത്തുമുണ്ടിൽ പൊതിയുന്നു, ഇടിച്ച് നടേശന്റെ അണ്ണാക്ക് ആറാട്ട് കടവിലെത്തിക്കുന്നു. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഉള്ള കുടിപ്പിക്കാം. അത് നിരഞ്ജൻ സാറിനോട് പറഞ്ഞിട്ട് മതി. സാറ് സമ്മതിക്കത്തില്ല. നിയമം കയ്യിലെടുക്കരുതെന്നൊക്കെ പറയും. നടേശനെ പോലുള്ളവര്
നിയമത്തെ കാലുകൊണ്ട് അമർത്തിപ്പിടിക്കുകയും ചവിട്ടി അരയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴുള്ളവര് അത് കയ്യിലെടുത്ത് ഭദ്രമാക്കണ്ടേ? വേണം. അപ്പോ ഓപ്പറേഷൻ നടേശൻ ഫിക്സ്. സമയവും സ്ഥലവും നമ്മൾ തീരുമാനിക്കും. എടാ പൊട്ടാ, ഈ കുന്ത്രാണ്ട കിടന്ന് ചെലക്കുന്ന നീ കേട്ടില്ലേ? ആ കേട്ടു. പിന്നെന്താ ഫോൺ എടുക്കാത്തത്? ഈ വിളിക്കുന്ന കുന്ത്രാടത്തിന്റെ ചിലപ്പ് കേൾക്കാനേ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അതെന്ത് കുന്ത്രാണ്ടോ? ആ നടേശൻ പോലീസ്. അയ്യോ, ചന്ദ്രമോളുടെ അച്ഛനായിരുന്നോ? എടാ മര്യാദക്ക് ഫോൺ എടുക്കടാ. നിന്നെ അദ്ദേഹം വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും. എന്തോന്ന് അത്യാവശ്യം? അയാളുടെ 6ാമത്തെ പെഗിലെ ഐസ് ക്യൂബ് ഇട്ട് കാണും, അത്ര തന്നെ. നീ എന്തായാലും ഫോൺ എടുക്കടാ. വിളിക്കുന്നത് ശത്രു ആണെങ്കിലും മിത്രം ആണെങ്കിലും ഫോൺ എടുക്കണോന്നാ. അതാ അന്തസ്. അതോ നിനക്ക് നടേശനെ പേടിയാണ്? ഞാനെന്തിനാ അയാളെ പേടിക്കുന്നേ? എന്നാ നീ ഫോൺ എടുക്ക്. ആ ഹലോ. ആ മരുമോനെ, നടേശനച്ഛനാ. ചന്ദ്രയുടെ അച്ഛൻ വിളിച്ച കാര്യം പറയും. അയ്യോ, അങ്ങനെ ഊശിയാക്കി സംസാരിക്കല്ലേ മരുമകനെ. കാര്യം പറയട്ടെ, ചന്ദ്രമോളുടെ കല്യാണം പെട്ടെന്ന് നടത്തും. നടത്തിക്കോ, നല്ല കാര്യം. ക്ഷണം കിട്ടിയാൽ ഞാനും അങ്ങോട്ട് വരാം. പിന്നെ നടേശൻ സാറിനെ ഊശിയാക്കും. മോനെ, സിദ്ധു മോനെ, കല്യാണ ദിവസം സിദ്ധു മോനെ കല്യാണരാമനാക്കി സിൽക്ക് കുപ്പായമിട്ട് തലപ്പാവും വച്ച് വെള്ള കുതിരപ്പുറത്ത് കയറ്റി നടേശൻ സാറ് കൊണ്ടുപോകുമല്ലോ. വരനില്ലാതെ വധുവിന് കല്യാണത്തിന് എന്ത് റോളാ മോനെ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ. മോനെ അങ്ങനെ താങ്ങാനുള്ള കപ്പാസിറ്റി അവൾക്ക് ഉണ്ടാവില്ല. ഇതേ ഭീഷണിയൊന്നും അല്ല മരുമോനെ, പഞ്ചസാരയിൽ പൊതിഞ്ഞ മുന്നറിയിപ്പ. അപ്പൊ ശരി, ഓടരുതമ്മാവ, ആളറിയാം. മനോഹരേട്ടൻ ഇത് എങ്ങോട്ടാ? ഞാൻ കാശിക്ക് പോവാ. നീ വരുന്നോ? ഓ, തുടങ്ങിയവന്റെ തർക്കുത്തരം. എൻ്റെ അമ്മ തർക്കുത്തരമൊന്നുമല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ സിദ്ധുവിന്റെ വീട്ടിൽ പോകുന്ന കാര്യം. എന്നിട്ടൊന്നും അറിയാൻ മേലത്തോട് ചോദിച്ചാ ഞാൻ പിന്നെ എന്നാ പറയണ്ടേ? അത് മനോഹരേട്ടൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണോ? പിന്നെ നീ എന്നാ കരുതിയേ? മനോഹരനൊരു ജോക്ക് പറഞ്ഞതാണ്. ജോക്കല്ലടാ മനോഹര, നീ ശരിക്കും ഒരു ജോക്കറാ. നല്ല ഒന്നാന്തര കോമാളി. കല്യാണാലോചനയായിട്ട് അങ്ങോട്ട് ചെന്നാലേ അവര് നിന്നെ ആട്ടി ഇറക്കി വിടത്തില്ലേ? ഓ, ഞാനങ്ങ് സഹിച്ചു. എന്റെ മോക്ക് വേണ്ടിയല്ലേ? ദേവിക മോക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഏത് കോമാളി വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. സിദ്ധാർത്ഥനുമായി കല്യാണം ഉറപ്പിച്ച ഒരു പെങ്കൊച്ച് അവിടെയുണ്ട്. അത് മനോഹരേട്ടൻ മറക്കരുത്. ഒന്നും മറക്കുന്നവനല്ല ഈ മനോഹരൻ. അതുകൊണ്ട് തന്നെയാ പോകുന്നത്.